ബി പിക്ക് ആയിട്ട് ഹോമിയോയിൽ തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് വെച്ച് കഴിഞ്ഞാൽ റബോൾഫിയ ആണ് കേട്ടോ. ഈ റബോൾഫിയ പല ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. ടാബ്ലറ്റ് ആയിട്ട് അവൈലബിൾ ആണ്, ടിഞ്ചറായിട്ട് അവൈലബിൾ ആണ്, അതുപോലെ ലിക്വിഡായിട്ട് ഫോമിൽ, പൊട്ടൻസി ഫോമിലും നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ ഇത് പൊതുവെ നല്ല കയ്പാണ്. ഓക്കെ, അപ്പം ബി പിയുടെ ആ ഒരു വിഷയം ഉള്ള ആൾക്കാർ മാത്രം ആവശ്യത്തിനനുസരിച്ച് കഴിക്കാന്നുള്ളൂ. അത് കയ്പിൻ്റെ ഇഷ്യൂ അല്ല, പക്ഷേ ബി പിയുടെ മെഡിസിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അളവ് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് മാത്രം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പം ബി പി വരാനായിട്ട് പല കാരണങ്ങളുണ്ടാകാം. പല കാരണങ്ങൾ വെച്ചാൽ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ ബി പി ഉണ്ടാകും. ഓക്കെ, ഈ ഹാർട്ടിൻ്റെ ബ്ലഡ് എത്രമാത്രം ശക്തമായിട്ട് പമ്പ് ചെയ്യുന്നോ അതാണ് ബി പി. ഓക്കെ, സാധാരണ അത് 120/80 നോർമലായിട്ട് ജനറലായിട്ടുള്ള ആ ഒരു അളവ്. പക്ഷേ ആൾക്കാരിൽ ഇൻഡിവിജ്വൽ ബേസിസിൽ ചിലപ്പോൾ അതിൽ 130 ആകാം, അല്ലെങ്കിൽ താഴത്തേത് ചിലപ്പോൾ 70 ആയെന്നിരിക്കാം. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വന്നിരിക്കാം, ഓരോ സാഹചര്യം അനുസരിച്ച് വ്യത്യാസം വരാം. ഇപ്പം നമ്മൾ നല്ലോണം ഒരു എക്സസൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ബി പി കൂടും. 120 നോർമലായിട്ടുള്ള ഒരാൾക്ക് 140 ആവും. അപ്പോൾ അതൊരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ, അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ബി പിയിൽ വേരിയേഷൻ ആയിട്ട് വരാം. ഓക്കെ, നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ കൂടുതലായിട്ടുണ്ടെങ്കിൽ വരാം, എക്സസൈസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ വരാം. അപ്പം ബേസിക്കായിട്ട് ബി പി കുറയാൻ വേണ്ടി മാത്രമായിട്ടല്ല നമ്മൾ മരുന്നെടുക്കേണ്ടത്. നമുക്ക് എന്താണോ നമുക്ക് അകത്തുള്ള ആ ഒരു അസുഖം, ഇപ്പോൾ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ കുറയ്ക്കുക. ഓക്കെ, തൈറോയിഡിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ വ്യത്യാസം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്, നാച്ചുറലായിട്ട്. അത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് ബി പി എന്ന് വെച്ചാൽ പലതരത്തിലുണ്ട്. സ്പെഷ്യലായിട്ട് പറയുന്നത് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് പ്രത്യേകിച്ചൊരു കാരണമായിട്ടല്ല. ഓക്കെ, അതിന് വരാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമില്ല, പക്ഷെ അത് ജനറ്റിക്കായിട്ട് നമുക്ക് വരുന്ന ആ, ഒരു പ്രോസസ്സാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു കാരണമുണ്ട്. നേരത്തെ പറയുന്ന പോലെ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ബി പി വരും, അത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷനാണ്. അല്ലെങ്കിൽ ടെൻഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ബി പിയിൽ റിഫ്ലക്റ്റ് ചെയ്യാം, അത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ആ കാരണത്തിനെ കറക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബി പിയിൽ വ്യത്യാസം വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ടെൻഷൻ്റെ ഒരു വ്യത്യാസമാണെങ്കിൽ ഇഗ്നീഷ്യ എന്ന് പറയുന്ന മരുന്നാണ്. തൈറോയിഡിനാണെങ്കിൽ തൈറോയിഡിനും 3X എന്ന് പറയുന്ന മെഡിസിൻസ് ഉണ്ട്. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് മെഡിസിൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞ് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഈ ബി പിക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റവോൾഫിയുടെ ടാബ്ലറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഹാർട്ട് എന്ന് പറയുമ്പോൾ അതിന് പൊതുവെ ഒരു ടോണിക് എന്നുള്ള രീതിക്ക് ചില ആൾക്കാർ ക്രെറ്റേഗസ് കഴിക്കാറുണ്ട്. ക്രെറ്റേഗസ് അത് നേരത്തെ പറഞ്ഞ പോലെ ടിൻസിൽ കഴിക്കാറുണ്ട്, 3X പൊട്ടൻസിയിൽ മേടിച്ച് കഴിക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള പൊട്ടൻസി കാര്യങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് കറക്ഷൻ ഇങ്ങനെ ആക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പൊട്ടൻസി കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറിനെ കണ്ടിട്ട് കൃത്യമായിട്ട് അളവിൽ കഴിക്കുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ECG. ഓക്കെ, ECG നമുക്ക് ചെയ്ത് നോക്കാം. ഹാർട്ടിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തെ പെയിൻ വേറെ പല കാരണങ്ങളും കൊണ്ടുവരാം കേട്ടോ. ആ ഒരു പെയിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മസിലിൻ്റെ ഒരു പിടുത്തമായിരിക്കാം, ചിലപ്പോൾ vitamin D3യുടെ ഒരു കുറവായിരിക്കും. അതൊന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മിക്കവാറുള്ള എല്ലാ അസുഖവും മാറുന്നതാണ്. ഓക്കെ, ഇനി ബേസിക് ആയിട്ട് ടെസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ECG ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വേരിയേഷൻ ഉണ്ടാകുന്നതാണ്. ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയേഷൻസ് എപ്പോഴും ചെറുതായിട്ടുള്ള രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും, കാരണം ചേഞ്ചസ് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം മേജറായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ECGയിൽ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഹാർട്ടിന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സിവിയർ ആയിട്ടുള്ള പെയിന് കാര്യങ്ങൾ നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ, അറ്റാക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പോണിൻ ചെയ്യുന്നതാണ് കേട്ടോ. പ്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതല്ലാതെ 24 hour ECG നമുക്ക് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ട്. അതിനെക്കാട്ടി ഗോൾഡ് സ്റ്റാൻഡേർഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് കാർഡിയോ ഡോപ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഡോപ്ലർ സ്കാൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്കോ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്കോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഫങ്ഷൻ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നതാണ്. ബേസിക് ആയിട്ട് ഇതൊക്കെയാണ്. പിന്നെ കൊളസ്ട്രോൾ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ടോ, ട്രൈഗ്ലിസറൈഡ് വ്യത്യാസമുണ്ടോ, LDL കൂടുതലുണ്ടോ, HDL ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഡെപ്പോസിഷൻ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ അത് ഡയറക്റ്റായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് എത്ര നാളായിട്ട് നമുക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി.
അപ്പോൾ തീർച്ചയായും നമുക്ക് ബേസിക് ആയിട്ടുള്ള ആ ഒരു ബ്ലഡ് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലെ ഗോൾഡ് സ്റ്റോണോ കാര്യങ്ങൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ആവുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിലായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതുപോലെ ഒരു ECG ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും വ്യത്യാസം വരാൻ പറ്റും. സിംറ്റമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ഇപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാർ അക്കമ്പനി ചെയ്യുന്ന രീതിയിൽ പെയിൻ കാര്യങ്ങളുണ്ട്, നെക്കിലും ചെസ്റ്റിൽ പെയിൻ ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനം. എനിക്ക് അത്ര ഈസി അല്ല ഈ സണ്ണിനെ പിടിച്ചോണ്ടിരിക്കുന്നത് കേട്ടാ. എനിക്ക് എന്നെ കൂടെ നീ ഓർക്കാം. എന്റെ കണ്ണിങ്ങനെ അടഞ്ഞു പോയി, അതാ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന്